ഈശോ തൻ മാധുര്യ ഹൃദയമേ യേശു ശിമോൻ പത്രോസുമായുള്ളൊരു ബന്ധത്തെ ഇന്നത്തെ ഗോസ്പൽ വളരെ മനോഹരമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി, മാർക്കോസ് സുവിശേഷകന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ ആ വിളിയെ വ്യക്തമാക്കുന്നത്. അതിന് കാരണം പത്രോസും യേശുവും തമ്മിലൊരു അഗാധ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ തുടക്കം ഇത്ര മനോഹരമായിട്ട് എന്തുകൊണ്ട് ലൂക്കാ സുവിശേഷകൻ വ്യക്തമാക്കിയെന്ന് ചോദിച്ചാൽ, നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഇതാണ്: 12 പേരിൽ 1-ാം സ്ഥാനം അത് പത്രോസിന് തന്നെയായിരുന്നു. പത്രോസാണല്ലോ ശിഷ്യന്മാരുടെ തലവനും സഭയുടെ താക്കോൽ നൽകപ്പെട്ടവനുമായി പിന്നീട് തീർന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ട് ആ വിളിയെ ലൂക്കാ സുവിശേഷകൻ വ്യക്തമാക്കുന്നു. ഗനേസറത്ത് കടൽത്തീരത്ത് പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിൽക്കുകയാണ്. അതൊരു അനുകൂല സാഹചര്യമാണ്. അനുകൂല സാഹചര്യത്തിൽ കൃത്യമായി ഒരു തടാകത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഇടവുമൊക്കെ അറിയാവുന്ന ഒരു പത്രോസിന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീൻ കിട്ടുന്നില്ല. പിറ്റേ ദിവസമാണ് സാധാരണഗതിയിൽ വലിയൊരു ജലക്കൂട്ടത്തെ ക്രിസ്തു അഭിസംബോധന ചെയ്യുന്നത് പോലെ ഇപ്രാവശ്യവും ഈ തീരത്ത് അഭിസംബോധന ചെയ്യുന്നു. അവിടെ യേശു ശിമോൻ പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്: നിൻ്റെ വെള്ളം അങ്ങ് എടുക്ക്. അങ്ങനെ അധികാരത്തോടെയാണ് ക്രിസ്തുവിനെ സംസാരിക്കുന്നത്. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് യേശുവരെ പഠിപ്പിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്തതിൻ്റെ നിരാശ ഇപ്പോൾ പത്രോസിനുണ്ട്. പക്ഷേ ആ നിരാശയുടെ വക്കിൽ നിൽക്കുമ്പോഴും യേശു ഒരു കാര്യം പറഞ്ഞപ്പോൾ അയാൾ അനുസരിച്ചു. അയാൾ ആ വെള്ളം അങ്ങോട്ട് നീക്കി കർത്താവിനോട് ഇട്ട് കൊടുത്തു. എന്നിട്ട് യേശു അവിടെ നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശു നോക്കുന്നത് പത്രോസിൻ്റെ കണ്ണിലേക്കാണ്. എന്നിട്ട് പറഞ്ഞു: മീനൊന്നും കിട്ടിയില്ലല്ലേ, ആഴത്തിലേക്ക് നീക്കി ഒന്ന് വലയെറിഞ്ഞേ. ഇത് പറഞ്ഞപ്പോൾ ശിമോൻ പത്രോസിന് വളരെ വ്യക്തമായിട്ടറിയാം ഒന്നും കിട്ടാൻ പോണില്ല. അനുകൂല സാഹചര്യത്തിൽ കിട്ടാതിരുന്നിട്ട് ഇനിയിപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെ കിട്ടാനാണ്? എന്നിട്ടും അവൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് അവൻ അനുസരിച്ചു. ഒരു ശിഷ്യത്വത്തിൻ്റെ ആദ്യ പാഠമെന്ന് ലൂക്കാ സുവിശേഷം പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അനുസരണമാണ് ആദ്യ പാഠം. കണ്ണും പൂട്ടി കർത്താവ് പറഞ്ഞാൽ അനുസരിക്കുക. ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകില്ല, എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കർത്താവ് എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്, കണ്ണും പൂട്ടി അതങ്ങ് ചെയ്യുക. ഈ ചെയ്യുന്ന അവസരത്തിൽ ജീവിതത്തിൽ ഒത്തിരിയേറെ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ കണ്ണും പൂട്ടി ചെയ്യാനുള്ളൊരു അനുസരണയാണ് ചിലപ്പോൾ വലിയ അത്ഭുതങ്ങളെ കാണാൻ സാധ്യമാകുന്നത്. കണ്ണും പൂട്ടി പത്രോസ് അത് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങളൊക്കെ മാറാൻ കർത്താവിൻ്റെ ചെറിയ വാക്ക് മതി. ഒന്ന് ആഴത്തിലേക്ക് എറിഞ്ഞ് വലയിട്ടെ. ഈ ഒരു വാക്ക് അവൻ പറയുമ്പോൾ അതനുസരിക്കാൻ നമ്മൾ കാണിക്കുന്ന സന്നദ്ധതയുടെ പേരാണ് ശിഷ്യത്വം. അങ്ങനെ അവനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവനിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന ആ ഒരു പൂർണ്ണ സമർപ്പണത്തിൻ്റെ പേരാണ് ശിഷ്യത്വം. ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോൾ പിന്നീട് അവർ കണ്ടതൊക്കെ വലിയ അത്ഭുതമാണ്. ശിമോൻ പത്രോസ് നോക്കിയപ്പോൾ ഒത്തിരി മീനാണ്. അവനും അവൻ്റെ കൂടെയുള്ളവർക്കും പിടിച്ച് കയറ്റാൻ കഴിയാത്ത വിധത്തിൽ മീൻ ആ വലയിൽ കുരുങ്ങുകയാണ്. എന്ത് മനോഹരമായിട്ടാണ് ആ ഗോസ്പലുണ്ടായ ഒരു അത്ഭുതം അല്ലേ? എനിക്ക് തോന്നുന്നു ഇതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമായി നിലകൊള്ളേണ്ടത്. കണ്ണും പൂട്ടി അനുസരിക്കാത്തവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരുപക്ഷെ വലിയൊരു സൗഭാഗ്യത്തിൻ്റെ അത്ഭുതമാണ്. ഒരുപക്ഷെ പത്രോസ് ഒരു ആശാരിപ്പണിക്കാരനായി മാത്രം ക്രിസ്തുവിനെ കണ്ടിരുന്നെങ്കിൽ, താനൊരു നല്ലൊരു മുക്കുവനാണ്, അതുകൊണ്ട് തന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഈഗോ എടുത്തിരുന്നെങ്കിൽ, അതോടുകൂടി പത്രോസ് കാണേണ്ടിരുന്ന ആ വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയാൽ. പിന്നെ കണ്ണും പൂട്ടി അനുസരിക്കുക എന്നുള്ളത് ഒരു ശിഷ്യത്തിൻ്റെ ആദ്യ പാഠമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഗോസ്പൽ. ഒരു സന്യസ്തത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും പ്രവേശിച്ചവർക്ക് വളരെ മനോഹരമായിട്ടറിയാം, അവരെടുക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്ന് അനുസരണ എന്നൊരു വ്രതമാണ്. കണ്ണും പൂട്ടി അനുസരിച്ച് കൊള്ളാം. മെത്രാൻ്റെ കരങ്ങളിലും മേലധികാരിയുടെ കരങ്ങളിലുമൊക്കെ നമ്മുടെ കരമിനെ ചേർത്ത് കൊടുത്തിട്ട് പറയും, എന്തു പറഞ്ഞാലും അനുസരിച്ച് കൊള്ളാം, അങ്ങേയും അങ്ങയുടെ മേലധികാരികളെയും എല്ലാവരും അനുസരിച്ച് കൊള്ളാം. ഇങ്ങനെ ചില അനുസരണ വാഗ്ദാനം ഓരോ സമർപ്പിതരും നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കണ്ണും പൂട്ടി അനുസരിച്ചവർക്കൊക്കെ പിന്നീട് കണ്ടതൊക്കെ വലിയ അത്ഭുതങ്ങളുടെ കഥയാണ്. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ കണ്ണുനീരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് അനുസരണം എന്നൊരു വ്രതം വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കണം. അതുകൊണ്ട് പിന്നീട് പത്രോസ് കണ്ട വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു അധികാരത്തോടെയാണ് ഈ വെള്ളത്തിൻ്റെ മുകളിൽ സംസാരിക്കുന്നത്. ഇത് യേശുവിൻ്റെ വെള്ളം കണക്കാണുള്ള സംസാരം. അവിടെ പത്രോസ് ഉടനെ വേലക്കാരനാവുകയാണ്. യേശു പറഞ്ഞതുപോലെ അനുസരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ഗോസ്പൽ എൻഡ് ചെയ്യുന്ന സമയത്ത് സഭ എന്ന വെള്ളത്തിലെ വേലക്കാരനായി പത്രോസ് മാറുന്നു, അതിൻ്റെ ഉടമസ്ഥനായി ക്രിസ്തു മാറുന്നു. ഒരുപക്ഷെ പിന്നീട് നൽകാനുണ്ടായിരുന്ന വലിയൊരു സൗഭാഗ്യത്തിൻ്റെ കഥ
ഈ ആദ്യമേ തന്നെ ലൂക്കാ സുവിശേഷകൻ വളരെ മനോഹരമായി എഴുതി ചേർത്തു. പിന്നീട് ഇതുതന്നെയാണ് സംഭവിക്കാനുള്ളത്. അത്രയും നാളും പത്രോസിൻ്റെ വള്ളമെന്ന് കരുതിയിരുന്നത് പിന്നീട് അവൻ വേലക്കാരനായി മാറി, ക്രിസ്തു ഉടമസ്ഥനായി മാറി. കാലങ്ങൾ കഴിയുമ്പോൾ സഭ എന്നൊരു നൗകയെ പത്രോസിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പത്രോസ് വേലക്കാരനാണ്, ക്രിസ്തു അതിൻ്റെ ഉടമയാണ്. എൻ്റെ സഭയെ നീ നോക്കിക്കൊള്ളണം. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്തം കണ്ണും പൂട്ടി ചെയ്യാൻ പത്രോസ് മനസ്സ് കാണിക്കുന്നിടത്താണ് പിന്നീട് സഭ ഉയർന്നുയർന്ന് അത് ക്രിസ്തുവിൻ്റെ സഭയായി കൂടുതൽ ഫ്ലറിഷ് ചെയ്തത്. സ്നേഹമുള്ളവരും, ഇന്നത്തെ ഗോസ്പൽ നമുക്കൊക്കെ ഒരു ഐ ഓപ്പണിംഗ് ആണ്. ചില കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകില്ല, ചിലതൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലതൊക്കെ എന്തിന് ചെയ്യണമെന്ന് 1000 ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഓർത്തിരിക്കണം, ഒരു കുടുംബത്തിനകത്ത് മുതിർന്നവരെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ജീവിത പങ്കാളിയെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദേവാലയത്തിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട വികാരിയച്ഛനെയോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവരൊക്കെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, സഭയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട മേലധ്യക്ഷന്മാരെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു അനുസരണക്കിടയിലും കാത്തിരിക്കുന്നത് വലിയൊരു അത്ഭുതത്തിൻ്റെ കഥയാണ്. അനുസരിക്കാതെ പോകുന്നവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതും ഈ കാത്തിരുന്നൊരു അത്ഭുതം തന്നെയാണ്. ഞാനെന്നൊരു ചിന്തയില്ലാതെ നീ എന്നൊരു ചിന്ത കുറച്ചും കൂടി വളർത്തണമെന്ന് തോന്നുന്നു. അവിടെ ക്രിസ്തു സജീവനാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹൃദയശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിച്ചിടണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്റെ പ്രഹരിയായിടണമേ. മിശിഹായുടെ മുറിവിലെ ജലമേ, എന്നെ നിത്യം കഴുകിയിടണേ. മിശിഹായുടെ കഷ്ടങ്ങളെ, എന്റെ ധൈര്യമായിടണമേ. നല്ല ഈശോ എൻ്റെ യാചന സദയം കേൾക്കണമേ. അങ്ങയുടെ തിരുമുറിവുകളിൽ എന്നെ മറച്ചിടണേ. ഹൃദയശാന്തതയും എളിമയുമുള്ളവനേ, ഈശോയേ എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണമേ. അങ്ങിൽ നിന്നകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. ഘോര ശത്രുവിൽ നിന്നും എന്നെ കാത്തിടണമേ. എന്റെ മരണനേരത്ത് എന്നെ ചാരയെത്തണേ. ദൂതരുത്തു ഞാൻ സ്തുതി പാടുവാൻ എന്നും യോഗ്യരാക്കണേ.
ഈശോ തൻ മാധുര്യ ഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിടേണമേ. ഈശോ തൻ മാധുര്യ ഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിടേണമേ. ഈശോ തൻ മാധുര്യ ഹൃദയമേ അങ്ങിന്റെ സ്നേഹ ഈശോ തൻ മാധുര്യ ഹൃദയമേ അങ്ങിന്റെ സ്നേഹമായിടേണമേ. 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 മറിയത്തിൻ വിമലമാം ഹൃദയമേ അങ്ങിന്റെ രക്ഷയായിടേണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ളവനേ ഈശോയേ, എൻ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണമേ.